ആൺകുട്ടി ആയതുകൊണ്ട് താമസിച്ച സംസാരിച്ചത് തന്നെ ശരിയായിക്കോളും എന്നുള്ളത്. ആ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ഒരിക്കലും ശരിയല്ല. കുറച്ച് വൈകിയാൽ കുട്ടി സംസാരിക്കുന്ന പലരും പറയാറുണ്ട്. ഒരു കുട്ടി ഏത് പ്രായത്തിലേക്ക് സംസാരിച്ച് തുടങ്ങും? സാധാരണഗതിയിൽ നമ്മൾ സ്പീച്ച് മൈൽ സ്റ്റോൺസ്, അതായത് സംസാരത്തിന്റെ മൈൽ സ്റ്റോൺസ് മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് 6 മാസത്തിൽ കൂയിങ് സൗണ്ട്സ് ഉണ്ടാക്കുക, 1 വയസ്സിൽ 1 വാക്കെങ്കിലും, 2 വയസ്സിൽ 2 വാക്ക് ചേർന്ന ഒരു സെന്റൻസ്, അമ്മ വേണം അല്ലെ വെള്ളം വേണം, അങ്ങനെ ചെറിയ സെന്റൻസസ്, അല്ലെങ്കിൽ 200 വേർഡ്സ്. 3 വയസ്സിൽ 3 വേർഡ് സെന്റൻസും 600 വേർഡ്സ്. ഇതാണ് മിനിമം നോർമലി ഒരു കുട്ടി പറയുന്ന സ്പീച്ചിന്റെ ഒരു ക്വാണ്ടിറ്റി. അപ്പൊ ഇതായിരിക്കണം നമ്മൾക്ക് യൂഷ്വലി പാരന്റ്സിനും നമ്മൾക്കും ഒരു ഗൈഡ് ലൈൻ. പക്ഷെ 2 വയസ്സായിട്ടും 2 വേർഡ് സെന്റൻസസ് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു 50 വേർഡ്സിന് താഴെയാണ്, 3 വയസ്സാകുമ്പോൾ 3 വേർഡ് സെന്റൻസസ് പറയുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്ന കുറേ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ 3 വയസ്സാകുമ്പോൾ അവരുടെ ടോട്ടൽ വൊക്കാബുലറി, അതായത് ടോട്ടൽ പറയുന്ന വാക്കുകൾ 50ക്ക് താഴെയായിട്ടൊക്കെയാണ്. അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഒരു പ്രൊഫഷണലിന്റെ സഹായം എടുക്കേണ്ടതാണ്. യൂഷ്വലി നമ്മൾ ഫാമിലീസിൽ പറയും, അതായത് ഫാദർ താമസിച്ച സംസാരിച്ചത്, അല്ലെങ്കിൽ ആൺകുട്ടി ആയതുകൊണ്ട് താമസിച്ച സംസാരിച്ചത് തന്നെ ശരിയായിക്കോളും എന്നുള്ളത്. ആ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ഒരിക്കലും ശരിയല്ല. നമ്മൾ ഒരു ഡിലേ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അഡ്രസ് ചെയ്യണം. എങ്ങനെ അഡ്രസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന പ്രൊഫഷണൽസ്, ഒന്നെങ്കിൽ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ, അല്ലെങ്കിൽ ഇപ്പം പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് അവൈലബിൾ ആണ്, ദെൻ ലോട്ട് ഓഫ് സ്പീച്ച് തെറപ്പിസ്റ്റ് ആസിഡ് അവൈലബിൾ ആണ്. സോ അവരുടെ ഒരു സഹായം എടുത്ത് ഇതിന് ഇന്റർവെൻഷൻ വേണോ, വെയിറ്റ് ചെയ്താൽ മതിയോ എന്ന് തീരുമാനിക്കും. താങ്ക് യു ഡോക്ടർ.